നമുക്കൊന്ന് കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ബ്യൂട്ടി പാർലറിലാണ് നമുക്ക് ഈ ഒരു ലോകകപ്പിന്റെ ആവേശം കാണാൻ സാധിച്ചത്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ലോക ഫുട്ബോളിന്റെ ആവേശം അങ്ങ് ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ ആവേശത്തിന്റെ ഒരു ഏറ്റവും അവസാനത്തെ വാക്യത്രമാണ്. ജയിക്കുമോ ഇത്തവണ? ജയിക്കാതെ മെസ്സി തന്നെ കപ്പെടുത്തിരിക്കും. മെസ്സി വീണ്ടും കപ്പെടുക്കും. അത് നാലാമത്തെ സ്റ്റാർ, താടിയുടെ മുന്നിലൊക്കെ നാലാമത്തെ സ്റ്റാറും വരും. ജേഴ്സിക്കകത്ത് അടുത്ത സ്റ്റാർ വരും. എന്ത് ഈ താടിക്കകത്തൊക്കെ കാണിച്ചിരിക്കുന്നത്? അർജന്റീനയുടെ ദേശീയ പതാകയുടെ കളറാണ്. മാക്സിന്റെ ബ്യൂട്ടി പാർലർ ഫിദോസ് ഫാമിലി സലൂണുണ്ട്, അവിടെ വന്ന് ചെയ്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തായിരുന്നു. അന്ന് ജയിച്ചു. അതാണോ മെസ്സിയുടെ ഭാഗ്യം? മെസ്സിയുടെ അർജന്റീന ലോകത്തിലെ ഫുട്ബോൾ ഏറ്റവും വിജയകരമായ ടീമാണ്. 5 കപ്പെടുത്ത ബ്രസീൽ ഉണ്ടായിരുന്നു കേട്ടാ. അത്രയൊന്നും വേണ്ട. ബ്രസീലൊന്നും നമ്മളവിടെ നിൽക്കത്തില്ല. മെസ്സി ഉണ്ട്. മെസ്സി ഫാനാണ് നമ്മള്. മെസ്സി ഫാനാണ്. തവണ നിങ്ങൾ കപ്പടിക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. ഫിദൂസിന്റെ മെസ്സിയാണ്. ഫിദൂസിന്റെ മെസ്സി ഇറങ്ങിയ കഴിഞ്ഞ വേൾഡ് കപ്പ് ഞങ്ങൾ തൂക്കി. ഈ വേൾഡ് കപ്പ് ഞങ്ങൾ തൂക്കും. അതിനാണ് ഫിദൂസിന്റെ മെസ്സിയെ ഞങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത്. അവസാന നിമിഷം വരെ ഈ ശുഭാപ്തിവിശ്വാസം നല്ലതാണ്. അതെ, കണ്ണൻ ചേട്ടൻ തുടർച്ചയായിട്ട് ശുഭാപ്തിവിശ്വാസം. അടുത്ത ബ്രസീൽ ആരാധനായ കണ്ണൻ ചേട്ടൻ ഇത് എങ്ങനെയാണ് ചോദിക്കത്തുള്ളൂ. ഈ പ്രാവശ്യം കപ്പടിക്കും എന്നുകൊണ്ട് എന്നുള്ള സമീപനമാണ്. ഞങ്ങളുടെ ടീം വളരെ മോശമാണ്, അതൊരു കുഴപ്പമൊന്നുമില്ല. അടുത്ത വേൾഡ് കപ്പ് വരുമ്പോഴും ബ്രസീലിന്റെ ടീം മോശമായിരിക്കും. വേൾഡ് കപ്പ് വരുന്നതനുസരിച്ച് ടീമുകൾ മോശം. എങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് വന്നത്? ഇത് കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്ത് നമ്മൾ ചെയ്തതാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്ത് താടിയിലാണ് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം താടിയും പുറകുവശത്തോടെ നോക്കുമ്പോൾ സണ്ണിയാണ്, അർജന്റീനയുടെ കടുത്ത ആരാധനായ സണ്ണിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മുടിയുടെ പുറവശം ഈ 2 സൈഡിലേക്ക് ചെയ്തത്. 11 മണിക്കൂറാണ് ഈ സർവീസിന് എടുത്തത്. 2 സൈഡിലൂടെ ചെയ്തു വന്നപ്പോൾ 11 മണിക്കൂറായി ചെയ്തത്. എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഏറ്റെടുത്തതിൽ വളരെ സന്തോഷം. ഇത്തവണ ഏതൊക്കെ ടീമിന്റെ ചെയ്തിട്ടുണ്ട്? പോർച്ചുഗൽ തോറ്റു. ബ്ലാക്ക് അടിച്ചു. ഫിദൂസ് കടുത്ത റൊണാൾഡോ ആരാധന. റൊണാൾഡോ തോറ്റാനകത്ത് വലിയ നിരാശയുണ്ട്. അടുത്തോടെ പോർച്ചുഗൽ പഠിക്കും. ആരടിക്കും കപ്പ്? മെസ്സി അടിക്കുമോ? മെസ്സിയുടെ ആരാധന. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ ആവേശത്തിൽ തന്നെയാണ്. ആ ആവേശമൊക്കെ തന്നെ ഓരോ മേഖലയിലും, ഓരോ തൊഴിൽ മേഖലയിലും എത്തിയിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ ഫൈനൽ മത്സരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇത്തവണ എന്തായാലും ഒരു തവണ കൂടി മെസ്സി കപ്പടിക്കുന്നുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ പാനോളം ഉയരട്ടെ, നന്നായി കളിക്കാൻ പറ്റട്ടെ. ഓക്കെ. കറവാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ഇങ്ങനെ പല തരത്തിലാണ് ആളുകൾ അവരുടെ ആവേശവും ആരാധനയും ഒക്കെ കാണിക്കുന്നത്. ഈ ഒരു ആവേശത്തെക്കുറിച്ചൊക്കെ പറയാൻ നമ്മളോടൊപ്പം ചേർന്നത് ഒരു പോർച്ചുഗൽ ആരാധകനാണ്, രാഹുൽ ജി നാഥ് നമുക്കൊപ്പം ചേർന്നു. രാഹുൽ, ഇങ്ങനെയൊക്കെ ആരാധന കാണിക്കുമോ? ഈ മുടിയിലും താടിയിലും ഒക്കെ ഇങ്ങനെ കളർ അടിച്ചുകൊണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? അതും 11 മണിക്കൂർ എടുത്താണ് ആ താടിയൊക്കെ അങ്ങനെ ആക്കിയെടുത്തത്. രാഹുലിന് എന്താണ് പറയാനുള്ളത്? ആദ്യം പറയാനുള്ളത്, ഇടയ്ക്ക് ഈ സ്റ്റോറിയുടെ ഇടയ്ക്ക് കണ്ണൻ നായർ പോർച്ചുഗലിനെ പറ്റി ഒരു പ്രസ്താവന പറയുമ്പോൾ നിസ്സാരവൽക്കരിച്ച് ചിരിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഷെഡ്യൂൾ വരെ മാറി, ജീവിതത്തിൻ്റെ ചിന്തകൾ മാറി, സംസാരങ്ങൾ മാറി, വിശേഷം പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ മാറി, അതെല്ലാം ഫുട്ബോളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ശരീരം അല്ലെങ്കിൽ അതിലെങ്ങനെ ഫുട്ബോൾ കൊണ്ടുവരാം എന്നുള്ളത് തന്നെയാണ്. ഈ കാറും വീടും ഒക്കെ ഫുട്ബോളിൻ്റെ അവരുടെ ആരാധനയുടെ ഒരു ഒരു ഉദാഹരണമായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെയാണ് ഇപ്പോൾ ഈ താടിയും മുടിയും ഒക്കെ പതാകയുടെ, അർജന്റീൻ പതാകയുടെ നിറത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും സന്തോഷവതികളുമായി ഇരിക്കുന്നത് അർജന്റീനയുടെ ആരാധകരായിരിക്കും. കാരണം അവസാന നിമിഷത്തിലുണ്ടാകുന്ന ഒരു ട്വിസ്റ്റ്, ആ ട്വിസ്റ്റിൽ നിന്ന് വലിയ സന്തോഷത്തോടെ അവർക്ക് ഉറങ്ങാൻ കഴിയുന്നു. ഇപ്പോൾ ഫൈനൽ വരെ എത്തി നിൽക്കുകയാണ്. ഇനി തെളിയിക്കാനൊന്നുമില്ലെന്ന് പറയുമ്പോഴും അവർക്ക് ആവേശമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ തന്നെ ഇന്ന് കളി നടക്കുമ്പോൾ മെസ്സി ആരാധകനാണെന്നാണ് അഭിമാനത്തോടെ പറയുന്നത്. അപ്പോൾ ഇവർ എന്തായാലും വർഷങ്ങളായി, അതിനകത്തുള്ള രസകരമായ കാര്യം, ഈ ബ്യൂട്ടി പാർലർ, കുണ്ടറയിലുള്ള ബ്യൂട്ടി പാർലർ കഴിഞ്ഞ വർഷവും മെസ്സിയെ ഇത്തരത്തിൽ മെസ്സി എന്ന് പറയുന്ന രീതിയിൽ ഒരുക്കി ആളുകളെ ഇറക്കിയിരുന്നു. ഇത്തവണയും ഇറക്കുന്നു. അപ്പോൾ ഇത്തവണയും ജയിക്കും എന്ന് പറയുന്ന ഒരു രസകരമായ കൗതുകകരമായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചെയ്തുകൊണ്ട് ഇത് ഫലിക്കും എന്ന് പറയുന്നൊരു കൗതുകം അതിനകത്തുണ്ട്. മറ്റേത് ഒരു ആരാധന എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഇന്ന് നമുക്കറിയാം, സ്പെയിൻ്റെ മിഡ്ഫീൽഡും അർജന്റീന മിഡ്ഫീൽഡും തമ്മിലുള്ള മത്സരമാണ് കാണുന്നത്. അവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്നത് മെസ്സി എന്ന താരം തന്നെയാണ്. അത് മാറ്റിവെക്കാൻ കഴിയില്ല. അത് മനസ്സിൽ മാത്രമല്ല, ശരീരത്തിലൊക്കെ നിറഞ്ഞു നിൽക്കണം, തിളങ്ങി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ടാറ്റു അടിക്കുന്നവരെ കണ്ടു. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ മുടിയും താടി രൂപമാറ്റം ചെയ്തവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേൾഡ് കപ്പ് ഫുട്ബോൾ ഉണ്ടാക്കുന്ന ഒരു സാഹോദര്യമായൊരു ബോധം അത് വളരെ വലുതാണ്. പിന്നെ ഇതൊക്കെ രസമാവണമെങ്കിൽ ഇപ്പോൾ സന്ധ്യ സൂചിപ്പിച്ചതുപോലെ ഞാൻ പോർച്ചുഗൽ ആരാധകനാവുകയും കണ്ണൻ നായർ ബ്രസീൽ ആരാധകനാവുകയും ഒക്കെ ചെയ്യണം.
എന്നാൽ മാത്രമേ ഈ ചർച്ചകൾക്ക് ഒരു രസമുണ്ടാകൂ. തീർച്ചയായും അത് അങ്ങോട്ടും തന്നെയാണ്. ഇങ്ങോട്ടും രാഹുൽ, അപ്പൊ നമുക്ക് ഞാനൊരു കാര്യങ്ങൾ കാര്യം പറഞ്ഞ് ചോദിച്ചോട്ടെ, രസകരമായി പോകാൻ രാഹുലിന്റെ ടീം, രാഹുൽ പിന്തുണയ്ക്കുന്ന ടീം പുറത്തായി. ഇന്ന് രാഹുൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ആര് ജയിക്കണം എന്നാണ് രാഹുലിന്? ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഫൈനൽ നടക്കുന്നു, ഫൈനൽ ആസ്വദിക്കുന്നതിന് അപ്പുറത്തേക്ക് ആര് ജയിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. കാരണം ജയിക്കേണ്ടവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് വേൾഡ് കപ്പ് ഒരു സാങ്കേതികമായി നടക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ജേഴ്സി ഒന്നുമില്ല. ഇന്നിപ്പോൾ റിപ്പോർട്ടിങ്ങിന് പോവുകയാണ്, ജേഴ്സി ഒന്നും ഇട്ടിട്ടില്ല. കാരണം കഴിഞ്ഞ തവണ അർജന്റീനയുടെ സെമി ഫൈനലിൽ പോർച്ചുഗലിലെ ജേഴ്സി ഇട്ടതിൻ്റെ ഭാഗമായി കുറേയധികം കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു. എനിക്ക് എൻ്റെ ആരോഗ്യം എനിക്ക് സുരക്ഷിതമായി തിരിച്ചെത്താൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴുള്ളത്, ആശ്വാസത്തിലാണുള്ളത്. തീർച്ചയായും അങ്ങനെ നമുക്ക് പച്ചമലയാളത്തിൽ അങ്ങനെ പറയാം, സാഹിത്യം ചേർത്താൽ ഇങ്ങനെയും പറയാം. അപ്പോൾ എന്തായാലും അതെല്ലാം ഒഴിവാക്കി ഇന്ന് ഫൈനൽ ആസ്വദിക്കാൻ പോവുകയാണ്. മനോഹരമായ മത്സരമായിരിക്കും. ആ മത്സരത്തിലും അത് ആസ്വദിക്കാൻ ഇങ്ങനെയും ആളുകളുണ്ട്, ആരാധകരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും. എന്തായാലും പോർച്ചുഗൽ പുറത്തായ വിഷമം രാഹുലിന് മാറിയിട്ടില്ല. അപ്പോഴും ആവേശത്തോടെ തന്നെ ഇന്നത്തെ മാച്ച് ആസ്വദിക്കുമെന്ന കാര്യമാണ് രാഹുൽ പറഞ്ഞത്. ശരി രാഹുലെ.